സ്വർണം കടത്തിയ സംഭവത്തിൽ ശശി തരൂർ എംപിയുടെ പിഎക്കെതിരെ അന്വേഷണം ഊർജിതം. പിഎ ശിവകുമാർ പ്രസാദിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. ആവശ്യമെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. സ്വർണം കടത്തിയ സംഭവത്തിൽ ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായ ശശി തരൂർ എംപിയുടെ പിഎ ശിവകുമാർ പ്രസാദ് ഉൾപ്പെടെ രണ്ടുപേരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ബാങ്കോക്കിൽ നിന്ന് ദില്ലിക്കെത്തിയ യുപി സ്വദേശിയിൽ നിന്ന് സ്വർണം സ്വീകരിച്ച ശിവകുമാർ പ്രസാദിനെ ഇന്നലെയാണ് കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത്. 1/2 കിലോ തൂക്കമുള്ള സ്വർണ്ണ ചെയിനാണ് ശിവകുമാറിൽ നിന്ന് പിടിച്ചെടുത്തത്. സ്വർണവുമായി എത്തിയ വ്യക്തിയെ കസ്റ്റംസ് ആദ്യം പിടികൂടുകയും അയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് തന്നെ ശിവകുമാറിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിടിച്ചെടുത്ത മാലയ്ക്ക് 35 ലക്ഷം രൂപ വില വരും. അതേസമയം എംപിമാരുടെ സ്റ്റാഫിന് നൽകുന്ന പ്രത്യേക വിമാനത്താവള പ്രവേശന പാസ് ഉപയോഗിച്ചാണ് ഇയാൾ കള്ളക്കടത്തിൽ പങ്കാളിയായതെന്നാണ് കസ്റ്റംസിന്റെ വിശദീകരണം. അതുകൊണ്ടുതന്നെ മുമ്പും ഇയാൾ ഇത്തരം കൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള വിശദാംശങ്ങളാണ് കസ്റ്റംസ് പരിശോധിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ പിഎ ശിവകുമാർ പ്രസാദിനെ വിട്ടയച്ചെങ്കിലും ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. സംഭവത്തിൽ വിമർശനമുയർന്നതിന് പിന്നാലെ പിഎ താൽക്കാലിക ജീവനക്കാരനാണെന്ന ന്യായീകരണവുമായാണ് ശശി തരൂർ രംഗത്തെത്തിയത്. ये तो एक बुजुर्ग आदमी है जो रिटायर हो गया है और जो मुझे जरा सा मदद दे रहा था पार्ट टाइम, जब उनको उनकी स्वास्थ्य उनको करने देते हैं. ये न्यूज से बिल्कुल शॉक्ड हूं. तो इसलिए मैंने कहा कि जो भी अथॉरिटीज को करना है उनको करने दीजिए, मुझे तो इसमें कोई बंधन नहीं है. അതേസമയം സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ LDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച കോൺഗ്രസ് വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.